ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് സെന്നിൻ്റെ വീഡിയോ ആയിട്ടാണ്. എല്ലാവരും ഒരുപാട് കമൻസ് ആയിരുന്നു സെൻ എവിടെയെന്ന് വെച്ചിട്ട്. അപ്പോൾ സെന്ന് ബ്ലാക്ക് ബ്യൂട്ടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ വർക്കും പ്രോഗ്രസും കാര്യങ്ങളെല്ലാം ആദ്യം കണ്ടിട്ട് വരാം. അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം, എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ അപ്പോൾ പിന്നെ ക്യാമറ Yeah. പുട്ടിയൊരക്കലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുകയാണ്. കുറേ സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ഉരച്ച് കളയേണ്ടതായിട്ട് വന്നു. ആവശ്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ബോഡി ഫില്ലറൊക്കെ ഇട്ട് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. സെന്നിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി അവിടെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതൊരു പെയിൻറ്റഡ് ആയിരുന്ന ബമ്പറായിരുന്നില്ല സെന്നിനെ വെച്ചിരുന്നത്, നിങ്ങൾക്കറിയാം, തുടക്കത്തിലേ കണ്ടിരിക്കും. അപ്പോൾ അത് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ 1K പ്രൈമർ അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഷേപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താ വശങ്ങളും കാര്യങ്ങളൊക്കെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഷേപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഇത് സെയിം ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്നാണ് നമ്മളതിലടിച്ചിരിക്കുന്ന കളറ്. അതാദ്യം നിങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ പോളിഷിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, നമ്മൾ പെയിൻറ്റിങ് ചെയ്തു, ഇറക്കിയിട്ടു പിറ്റേ ദിവസം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ നമ്മൾ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുമ്പോൾ കട്ടിങ് പോളിഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇന്നർ വശങ്ങൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ സെറ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ.
വശങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ വണ്ടിയായിരുന്നു നിങ്ങൾ തുടക്കത്തിൽ കണ്ടിരിക്കും. ആ വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം സെറ്റിങ്ങിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഗ്രില്ല് ഇതിപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്നതാണ്. ഹണി ടൈപ്പ് ഗ്രില്ല്. മുന്നും ഹണി ടൈപ്പ് ആയിരുന്നില്ല, ഈ ഒരു ടൈപ്പ് ഗ്രില്ല് തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ കൂടി ഫിനിഷിംഗ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ സെയിം ബ്ലാക്ക് അടിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഗാരേജ് നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ വണ്ടികൾ വിൽക്കാൻ അതുപോലെ തന്നെ വണ്ടികൾ വാങ്ങാനായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താണ്. Cars24 എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഇത് കേരളത്തിനകത്ത് തന്നെ ഒരുപാട് ഷോറൂമുകൾ അവരുടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കേരളത്തിന് പുറത്തും ഒരുപാട് ഷോറൂമുകളുണ്ട്. Cars24 എന്ന് പറയുന്ന അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ Cars24ൽ ഒരു വാഹനം നിങ്ങൾക്ക് വിൽക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കായിട്ട് നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വാഹനം ഇൻസ്പെക്ട് ചെയ്യും, അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതല്ല നിങ്ങളിപ്പോൾ അവരുടെ ഷോറൂമിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഏകദേശം ഒരു 45 മിനിറ്റോളം അവർ ചെയ്യും, വാഹനം ഇൻസ്പെക്ട് ചെയ്യും. 45 മിനിറ്റോളം വാഹനം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അത് ഫ്ലഡ് അഫക്റ്റഡ് ആണോ, റെസ്റ്റോ കാര്യങ്ങളുണ്ടോ, പെയിൻറ്റഡ് റീപെയിൻറ്റഡ് ആണോ, ടയർ കണ്ടീഷൻ എങ്ങനെയാണ്, എൻജിൻ കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ഒരു വണ്ടി ഏകദേശം അരമണിക്കൂറോളം വണ്ടി ഓൺലൈൻ ഓപ്ഷനിൽ ഇടുന്നതാണ്. ശേഷം ആ വണ്ടിക്ക് അവരൊരു വില കാണും. ആ വില കണ്ട് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയാണ് അവർ പറയണ ആ വില എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വിലയ്ക്ക് ആ വാഹനം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ആ ഒരു വില ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ പോരാന്നാണ്. അതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളില്ല. പക്ഷേ നിങ്ങൾ ആ വണ്ടി വിൽക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു വിലയ്ക്ക് ഓക്കെ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോൾ പുറത്ത് വാഹനം സെയിൽ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ സ്പോട്ടിൽ ചിലപ്പോൾ അതിൻ്റെ കാറിൻ്റെ പേപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇതൊന്നുമില്ല. എല്ലാം പേപ്പർ നിങ്ങളുടെ പേരിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന നല്ലൊരു വെബ്സൈറ്റാണ്. അതേപോലെ തന്നെ നല്ല അവരുടെ ഓഫീസുകളെല്ലാം ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. അപ്പോൾ ഇത് ഫൈനലി നമ്മളുടെ വണ്ടിയുടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടിച്ചിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ബോഡി ഷേപ്പിംഗ് ചെയ്യേണ്ടതായിട്ട് വന്നു. ബോഡി ഷേപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡാർക്ക് കളേഴ്സ് അടിക്കുമ്പോൾ നമ്മൾ ബോഡിയും ഷേപ്പ് ഇപ്പോൾ റെഡ്, ബ്ലൂ, ബ്ലാക്ക് തുടങ്ങിയ ഡാർക്ക് കളേഴ്സ് അടിക്കുമ്പോൾ ബോഡിയും ഷേപ്പ് ഇല്ലെങ്കിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അലമാരി ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും ഡാർക്ക് കളേഴ്സിൽ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ ഷേപ്പ് എടുത്തില്ലെങ്കിൽ ശരിക്കും ആ വണ്ടിയുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വണ്ടിയുമ്പോൾ മാക്സിമം പ്രോപ്പർ ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ വണ്ടിയായിരുന്നു, ആ വണ്ടീനെയാണ് ഈ ഒരു കളറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ് ചെയ്ത ഗ്രില്ലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അലോയ് ഓൾറെഡി ഉണ്ടായിരുന്ന അലോയ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുമ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഒന്നും പറഞ്ഞു തരാം. ബോഡി ഷേപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലറും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തു. അതിനുശേഷം വണ്ടി ഫുള്ളായിട്ട് 2K പ്രൈമർ അടിച്ചു. ബമ്പറും കാര്യങ്ങളൊക്കെ 1K പ്രൈമർ അടിച്ചു. പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷമാണ് 1K പ്രൈമർ അടിച്ചത്. കാരണം ഓൾറെഡി പെയിൻറ്റഡ് ആയിരുന്നില്ല ബമ്പർ. അത് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷം 1K പ്രൈമർ അടിച്ച് വണ്ടി ബോഡി കളർ തന്നെയാണ് ബമ്പറിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഫൈനൽ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഇൻറ്റീരിയറിൽ പോവുകയാണെങ്കിൽ ഡാഷ്ബോർഡ് നമ്മൾ മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഈ മാറ്റ് ബ്ലാക്ക് അടിക്കാമെന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡ് മെറ്റീരിയൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ തുടങ്ങി ഔട്ടർ വരെ ഒറ്റ കളറായിരിക്കും. പെയിൻ്റ് എന്ന് പറയുന്നത് 1mm ലെയറാണ്. അപ്പോൾ അത് അടിക്കേണ്ട രീതി സ്ക്രാച്ചസ് വന്നാൽ ചിലപ്പോൾ പോയിന്ന് വരാം. പക്ഷേ ഒലിഞ്ഞ് പോണ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അടിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആദ്യം ഫുള്ളായിട്ട് ഡാഷ്ബോർഡ് അടിച്ചതിന് ശേഷം വാഷിംഗ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തു. പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം 1K പ്രൈമർ അടിച്ച്
അതിനുശേഷം നമ്മൾ മാറ്റ് ക്ലിയർ ഏതാണ് നമ്മൾ അടിക്കണത് ആ മാറ്റ് അടിച്ചു, അതായത് ബ്ലാക്ക് മാറ്റ് അടിച്ചു. അതിനുശേഷം അതിൻ്റെ മാറ്റ് ക്ലിയറും അടിക്കണം. വെറുതെ പെയിൻ്റ് അടിച്ചാൽ പോരാ, അതിൻ്റെ പുറമെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലിയറും അടിക്കണം കേട്ടോ. ആ രീതിയിൽ നമ്മൾ ഡാഷ്ബോർഡും ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളും ഈ ഒരു വർക്കിന് ഇപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് സെന്ന് ഫുൾ പെയിൻറ്റിങ്ങിനുള്ള ചാർജ് 22,000 രൂപയാണ്. പ്ലസ് 1000 രൂപയോളം സെറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പ്ലസ് നമ്മൾക്ക് 5000 രൂപയുടെ അടുത്ത് ഡാഷ്ബോർഡിൻ്റെ പെയിൻറ്റിങ്ങിന് വന്നു കേട്ടോ. അങ്ങനെ ഏകദേശം 28,500 രൂപയാണ് ഈ വണ്ടിയുടെ ഫുൾ വർക്കിന് വേണ്ടി വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡാഷ്ബോർഡ് 5000 രൂപ എന്ന് പറഞ്ഞത് അതിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റാണ്. മെറ്റീരിയൽ ഇപ്പോൾ ഡോർ പാഡുകളും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന സൈഡ് കവറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉരച്ച് ക്ലിയർ ചെയ്തതിന് വാഷിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഡാഷ്ബോർഡ് മെറ്റീരിയലൊക്കെ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതനുസരിച്ചുള്ള ലാബിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ഫുൾ വർക്കിന് വേണ്ടി വന്നിരിക്കുന്ന ചാർജ് 28,500 രൂപയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വർക്കിൻ്റെ സിനിമാറ്റിക് ഷോട്ടൊക്കെ അടുത്തത് കാണാം. അതേപോലെ തന്നെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. Girls with their nails done now. Girls with their nails done. I like the girls with their nails done. Girls with their nails done now. I like the girls with their nails done now.